നല്ലൊരു ഫഡ്ജി ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണ്. അടിപൊളിയാണ്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചോക്ലേറ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതല്ല, നിങ്ങൾ പുറത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സ് എടുത്താലും മതിയാകും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 കപ്പിന് മുകളിലുണ്ടാകും. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഞാനിത് അവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവിലാണ് വരുന്നത്. ഗ്രാമിൽ പറയുകയാണെങ്കിൽ 210 ഗ്രാം അളവിലുണ്ടാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മൈക്രോവേവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് അളവിൽ ഷുഗർ ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിൽ ഷുഗർ പൊടിച്ചല്ല ചേർത്തിരിക്കുന്നത്, അതുപോലെ ഷുഗർ അതേപടി ചേർത്തതാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് വേണ്ടത്. ഇതിൽ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഷുഗർ തരിയുള്ള ഷുഗർ ആയതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് മെൽറ്റ് ആവണമെന്നില്ല. ചെറിയൊരു തരിതരി ആയിരിക്കും നമ്മൾ ബാറ്റർ. അത് കുഴപ്പമില്ല. ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കാരണം നമ്മൾ ബ്രൗണിയാണ് ചെയ്യുന്നത്. ബ്രൗണിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞൊരു കുറച്ച് ക്രഞ്ചി ടെക്സ്ചർ ആയതുകൊണ്ട് ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മതി. ഇത് നന്നായിട്ട് സൈഡിലുള്ളതെല്ലാം കൂടെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് സീ സാൾട്ട് ചേർത്ത് കൊടുക്കുക. സീ സാൾട്ട് എന്ന് പറഞ്ഞാൽ കല്ലുപ്പ് പൊടിച്ചെടുത്തതാണ്. ടേബിൾ സാൾട്ട് അല്ല കേട്ടോ, പൊടിയുപ്പ് ടേബിൾ സാൾട്ടാണ്. സീ സാൾട്ട് എന്ന് പറയുന്നത് കല്ലുപ്പാണ്. 1 കപ്പ് അളവിൽ നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ കാണിക്കുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതിൽ ബട്ടർ പേപ്പർ എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മതി. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 170 ഡിഗ്രിയിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ 35 മിനിറ്റ്സും 160ൽ 10 മിനിറ്റ്സുമാണ് ആയിട്ടുള്ളത്. അപ്പോൾ അതാ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യുന്നത് നമ്മൾ ഓരോ ഓവനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് പീസസ് ഉള്ളത് കൊണ്ട് തന്നെ ചില സമയത്ത് ചോക്ലേറ്റ് മെൽറ്റായിട്ട് ആ ഒരു ഭാഗം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ക്വയർ വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് ശരിക്കും നോക്കുക. അപ്പോൾ ഓവറായിട്ട് ഹീറ്റ് വരാനും പാടില്ല, മുകൾ വശം കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye.